ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാറ്റപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുവിൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാരിക്കുമോ. വളരെ ഭയപ്പെടുത്തുന്ന ഒരു അവസാനം ഈ 10 നാണയങ്ങളുടെ ഉപമയിൽ. ആ രാജാവ് താൻ ഭരിക്കുവാൻ ഇഷ്ടപ്പെടാതിരുന്ന തൻ്റെ ശത്രുക്കളെ തൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുവാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഉപമ തുടങ്ങുന്ന സമയത്ത് അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു എന്നും അതിൽ കുറച്ചു പേരെങ്കിലും ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവരൊരു പ്രതിനിധി സംഘത്തെ ഈ കുലീനനായ മനുഷ്യൻ്റെ പിന്നാലെ അവൻ രാജാവാകാൻ പോകുന്ന ഭരണാധികാരിയുടെ അടുത്തേക്ക് അയക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കുലീനനായ രാജാവിനെ നമ്മൾ ഈ ഉപമയിൽ ക്രിസ്തുവുമായാണ് താരതമ്യം ചെയ്യുന്നത് എങ്കിൽ എത്ര വേദനയോടെയായിരിക്കാം ക്രിസ്തു ഈ ഉപമയുടെ അവസാനം ഇങ്ങനെ ഒരു വാക്ക്, എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകുക. മശിഹായുടെ ഈ ലോകത്തിലേക്കുള്ള എഴുന്നള്ളത്തിൻ്റെ സമയം അത് തിരിച്ചറിയാൻ സാധിക്കാതെ പോയ തൻ്റെ സ്വന്തം ജനത്തിലെ പ്രമുഖന്മാരായ ആളുകളെ ഓർത്തായിരിക്കാം ക്രിസ്തു വേദനയോടെ ഈ ഒരു കഥ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ടുണ്ടാകുക. അവനെ ക്രൂശിക്ക എന്ന് ജനത്തിനെ കൊണ്ട് പ്രേരിപ്പിച്ച പരീശന്മാരും സന്നിധി സംഘാംഗങ്ങളും മഹാപുരോഹിതനും, അങ്ങനെ അവൻ്റെ രാജ്യത്വം അവൻ മെശിഹായാണ് എന്ന ആ വലിയ സത്യം അത് ഉൾക്കൊള്ളുവാനോ അത് മനസ്സിലാക്കി അവനെ സ്നേഹിക്കുവാനും അവനെ ബഹുമാനിക്കുവാനും അവനെ പിൻചെല്ലുവാനും സാധിക്കാതെ വന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ, അവരാണ് അവനെ വേദനയോടെയുള്ള ഒരു ക്രൂശ് മരണത്തിലേക്ക് അവനെ തള്ളിവിടുന്നത്. ദൈവമേ, ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിന്നെ സ്നേഹിക്കുവാനും നിന്നെ ബഹുമാനിക്കുവാനും നിന്നെ ആരാധിക്കുവാനും സാധിക്കുന്ന ഒരു നല്ല ഭൃത്യനായി നിൻ്റെ മുൻപിൽ എന്നെ നിർത്തുവാൻ നീ എന്നെ യോഗ്യനാക്കണമേ. ഒരു കാരണവശാലും നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ മുറിപ്പെടുത്തുന്ന, നിന്നെ വീണ്ടും ക്രൂശിലേക്ക് നയിക്കുന്ന, നിൻ്റെ രാജ്യത്വത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി കർത്താവെ ഞങ്ങളെ മാറ്റാതെ നിന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു നല്ല വ്യക്തിയായി, നിന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല വ്യക്തിയായി ഞങ്ങൾ ഓരോരുത്തരെയും നീ മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ഉപമയുടെ അവസാനത്തിൽ ക്രിസ്തു പറഞ്ഞ ആ ഒരു പേടിപ്പെടുത്തുന്ന ആ ഒരു കാര്യം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ അവൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മളെ ഒരിക്കലും ഒരു പാതാളത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക് തള്ളിവിടുവാൻ ഇടവരുന്ന ഒരു പ്രവൃത്തികളും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു പ്രഭാതം നേരുന്നു.